എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ കൊണ്ട് അടുക്കളപ്പണിയും വീട്ടുജോലിയൊക്കെ ചെയ്യിച്ചിട്ട് നീ ഇവനോടൊപ്പം മാറി നിന്ന് രസിക്കല്ലേ? ഞാനാ പറഞ്ഞത് അവളെ ഒരു കുടുംബിനിയാക്കാൻ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കുടുംബിനിയാക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു കുടത്തിൽ അടച്ചിട്ട് അവളെ കടലിലെറിയുന്നതായിരിക്കും. ഇതിലും നല്ലത് കരുണമോളെ കടലിൽ നിമഞ്ജനം ചെയ്യുന്നതല്ലായിരുന്നോടി. എന്റെ അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ? മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം പോലും എന്റെ അച്ഛൻ എന്നെ നെഞ്ചിക്കിടത്തി ഉറക്കിയതാ. കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ നഷ്ടം ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ തഴുകി ഉറക്കാറുള്ള എന്റെ അച്ഛനെയാ മഴയുള്ള ആ രാത്രിയില് നിങ്ങളുടെ മോൻ ലോറി കയറ്റി കൊന്നത്. എന്നിട്ടും അയാൾ പഠിച്ചില്ല. അന്നത്തെ ആ ആക്സിഡന്റോടെ വീൽ ചെയറിലായി പോയി എന്നെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിക്കാനാ നിങ്ങളുടെ മോൻ തീരുമാനിച്ചത്. അത് നല്ലതിനു വേണ്ടിയായിരുന്നില്ല. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളിനൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന മഹിയെ കണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷിക്കണം. അതോടൊപ്പം കരുണയ്ക്ക് പാദസേവ ചെയ്യുന്ന മഹിയെ നിങ്ങൾക്കൊക്കെ കാണണം. എന്നാൽ ആ കാഴ്ചയൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് ഞാനും കരുതി. പ്രതാപൻ ചെയ്ത പാപത്തിന്റെ ഫലമാ ഇപ്പൊ അയാളുടെ മോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മോനും വേദനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോളുടെ കണ്ണു നിറയണം. ഇത്രയും നാളും അവള് ദേഹം അനങ്ങാതല്ലേ ജീവിച്ചത്. ഈ വീടിനകത്ത് വെച്ച് അവളുടെ പാദസേവ ചെയ്തത് ഇയാളല്ലേ? രാവിലെ വൈകി ഉറക്കമുണ്ടിരുന്ന നിങ്ങളുടെ കരുണ എന്ന കൊച്ചുമോൾക്ക് എല്ലാം ചെയ്തു കൊടുത്തിരുന്നതും ഇയാളും ഈ നിൽക്കുന്ന ഇയാളുടെ അമ്മയും അല്ലേ? എന്നും അങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും ആർക്കും പറ്റില്ല. എന്റെ അച്ഛനെ കൊന്നവനാ പ്രതാപൻ. എന്നെ ഈ പരുവത്തിലാക്കിയവനാ. അതിന് ഞാൻ കരുണയ്ക്ക് വിധിച്ച ശിക്ഷയാ അടുക്കളപ്പണിയും വീട്ടുജോലിയൊക്കെ. അതവള് ചെയ്യാത്ത നിമിഷം നിങ്ങളുടെ മോൻ ജയിലിലാവും. എന്നാലും കുറച്ചുകൂടെ മനുഷ്യപ്പറ്റോടെ എന്റെ കുഞ്ഞിനോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തുകൂടെ? എന്നും അവളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പിന്നെ നാളെ നമ്മളാരും അവളുടെ അടുത്തുണ്ടാവില്ല. ആ സമയത്ത് അവൾക്കൊറ്റയ്ക്ക് ഒരു കുടുംബം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്മ വാ, കണ്ണിട്ടിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇതാ നോക്കിയേ, കണ്ട കണ്ട നോക്കൂ. ഇത് കണ്ടോ കണ്ടോ മക്കളെ? സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇത് സഹിക്കുമോ മോനെ? ഇതാരാ നിങ്ങൾക്ക് അയച്ചു തന്നെ? ഇങ്ങോട്ട് വാ. ഓ, രണ്ടാനമ്മയ്ക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ടല്ലേ? നന്നായി. ഇതൊക്കെ നിങ്ങൾ കാണണം. ഇതിപ്പോ എന്റെ രണ്ടാനമ്മ അയച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാനിതൊക്കെ പകർത്തിയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നേനെ. ആ അല്ല, എവിടെയാ കൊലയാളി? അവൻ പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. ആ, അയാള് വരട്ടെ. അയാളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ.